ഏബൻ ആൻറ്റൂലി, എനിക്ക് ഏബൻ ആൻറ്റൂലിയുടെ ചോദ്യം മനസ്സിലായില്ല. എൻ്റെ ഇൻബോക്സിൽ അല്പം കൂടെ ഈ ന്യൂ അപ്പോസ്തോലിക് റിഫോർമേഷൻ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് എഴുതുക. അപ്പം എൻ്റെ അഭിപ്രായം പറയാം. നമ്മുടെ ലക്ഷണറി ഇന്നത്തെ വായനാ ഭാഗങ്ങൾ, ഓരോ ദിവസത്തെ വായനാ ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പൊ നോയമ്പിന്റെ 3-ാമത്തെ വ്യാഴാഴ്ചത്തെ വായനാ ഭാഗങ്ങൾ, 3-ാമത്തെ വ്യാഴാഴ്ചയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലുള്ളവർ 3-ാമത്തെ വ്യാഴാഴ്ചയിലെത്തി. താമസിച്ച് ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടി പിന്നെയും പറയുന്നു, സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ പുതിയ ദിവസം തുടങ്ങും. സൂര്യന്റെ അസ്തമയം മുതലാണ് പുതിയ ദിവസം ആരംഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വായനാ ഭാഗത്തിലാണെങ്കിലും ആദ്യം സന്ധ്യ നമസ്കാരമാണ്, സന്ധ്യയുടെ വായനയാണ് നമ്മൾ കാണുന്നത്. സന്ധ്യ മുതലാണ് ദിവസം ആരംഭിക്കുന്നത്. കാരണം സൂര്യൻ അസ്തമിക്കുമ്പോൾ പുതിയ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നു. ബൈബിൾ പാരമ്പര്യവും അങ്ങനെയാണ്. കാരണം സൂര്യൻ അസ്തമിക്കുമ്പോൾ ശബത്ത് ആരംഭിക്കുന്നു, സൂര്യൻ അസ്തമിക്കുമ്പോൾ ശബത്ത് അവസാനിക്കുന്നു. സൂര്യൻ അസ്തമിക്കാറാകുന്നു എന്ന് കണ്ടപ്പോൾ സൂര്യൻ അസ്തമിച്ചാൽ ശബത്ത് തുടങ്ങും. അതുകൊണ്ട് അതിനു മുമ്പ് ശവശരീരം താഴെ ഇറക്കണം. അതിനാണ് അവർ ബന്ധപ്പെട്ടു പോയത്. ഇപ്പൊ ശബത്ത് ആരംഭിക്കുന്നത് സൂര്യൻ അസ്തമിക്കുമ്പോഴാണ്. അതായത് ഒരു ദിവസം ആരംഭിക്കുന്നത് സൂര്യൻ അസ്തമിക്കുമ്പോഴാണ്. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. ഇപ്പൊ സന്ധ്യ മുതലാണ് ദിവസം ആരംഭിക്കുന്നതായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ബുധനാഴ്ച ഈവനിങ്ങിൽ ഇപ്പോൾ ഇന്ത്യയിലായിരിക്കുന്നവർ വെനസ്ഡേ ഈവനിങ് ആണ് സെക്കുലർലി നമ്മൾ പറയുമ്പോൾ, എന്നാൽ എക്ലീഷ്യാസ്റ്റിക്കലി ഇറ്റ് ഈസ് തേഴ്സ്ഡേ ഈവനിങ്. അപ്പോൾ ഇത് വ്യാഴാഴ്ച സന്ധ്യയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വ്യാഴാഴ്ചയുടെ സന്ധ്യയുടെ വായനകളാണ്, വ്യാഴാഴ്ച സന്ധ്യയുടെ പ്രാർത്ഥനകളാണ് ചൊല്ലുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ദിവസം മുമ്പേ നമ്മൾ വായനാ ഭാഗം ഇടുന്നതും. പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ബുധനാഴ്ച വ്യാഴാഴ്ചയുടെ വായനാ ഭാഗങ്ങൾ ഇടുന്നതെന്ന്. അതിന്റെ ആശയം ഇതാണ്, സന്ധ്യ മുതലാണ് ആരംഭിക്കുന്നത്. അപ്പം വ്യാഴാഴ്ച സന്ധ്യയാണിത്. ആദ്യം വ്യാഴാഴ്ച സന്ധ്യയാണ് വരുന്നത്. വ്യാഴാഴ്ച സന്ധ്യ കഴിഞ്ഞാണ് വ്യാഴാഴ്ച പ്രഭാതം വരുന്നത്. സെക്കുലർ ലോകത്തിൽ നേരെ തിരിച്ചാണ്, വ്യാഴാഴ്ച പ്രഭാതം കഴിഞ്ഞാണ് വ്യാഴാഴ്ച സന്ധ്യ വരുന്നത്. പക്ഷേ സഭയുടെ കാഴ്ചപ്പാടിൽ വ്യാഴാഴ്ച സന്ധ്യയാണ് ആദ്യം വരുന്നത്, പിന്നെ വ്യാഴാഴ്ച പ്രഭാതം വരുന്നത്. ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. അപ്പോൾ ഇത് ഷിബു പീഡിയേക്കൽ അടച്ചിട്ട AC മുറിയിൽ നിന്നുള്ള ലൈവാണ്. എന്നെ പരിഹസിച്ചവരൊക്കെ മിക്കവാറും ഉടനെ അടച്ചിട്ട AC മുറി കയറേണ്ട ഒരു അനുഭവമാണ്. അടച്ചിട്ട AC മുറിയിൽ നിന്നുള്ള ലൈവാണ്. തുറന്നിട്ടിടത്തൊക്കെ ലൈവ് ചെയ്തവർക്കൊക്കെ ഇപ്പൊ വിലക്കുകൾ വന്നിരിക്കുകയാണ്. അപ്പൊ പിന്നെ ലൈവിലേക്ക് മടങ്ങുക. താങ്ക് യു ഫോർ വാച്ചിങ്. ആദ്യം ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 40, സോറി കേട്ടോ, ഞാൻ ഡേറ്റ് ഒന്ന് മാറ്റിക്കോട്ടെ. 3-ാമത്തെ വ്യാഴാഴ്ചയുടെ വായനയാണ്. ആദ്യം ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 18 മുതൽ 30 വരെ. പാരബിൾ ഓഫ് ദ മസ്റ്റാർഡ് സീഡ്, കടുകുമണിയുടെ ഉപമ ആണ്. എന്താണ് ദൈവരാജ്യം? അതൊരു കടുകുമണി ആണ്. ഒരു മനുഷ്യൻ അതെടുത്ത് കുഴിച്ചിട്ടു. അത് വളർന്ന് അത് വലിയൊരു വൃക്ഷമായി തീർന്നു. ആകാശത്തിലെ പറവകളൊക്കെ വന്ന് അതിന്റെ കൊമ്പിൽ ഇരുന്നു. പിന്നെ പറയുന്നത്, ഒരു സ്ത്രീ പുളിച്ച മാവെടുത്ത് 3 പറ മാവിൽ മറച്ചു വെച്ചു. ആ മാവെല്ലാം പുളിച്ചു വന്നു. പിന്നെ കർത്താവ് പറയാണ്, ഇടുങ്ങിയ വഴിയിലൂടെ പോകുവാൻ പോരാടുവീൻ. ഇടുങ്ങിയ വഴിയിലൂടെ പോകുവാൻ പോരാടുവീൻ. Strive to enter through the narrow gate, for many, I say to you, will seek to enter and will not be able.
ഇവിടെ ദൈവരാജ്യം എന്താണ്? ദൈവരാജ്യം ഒരു കടുകുമണിയാണ്. അപ്പൊ അത് കുഴിച്ചിടുമ്പോൾ ഒരു കടുക് ചെടിയാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ ആ കടുക് ചെടിക്ക് പകരമായി ഒരു വലിയ വൃക്ഷം ഉയർന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതൊരു അനുഗ്രഹമാണോ? ഒരു കടുക് ചെടി, കടുക് കുഴിച്ചിടുമ്പോൾ കടുക് ചെടിയാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ എല്ലാ ഗ്രോത്തും അനുഗ്രഹമല്ല, ബ്ലെസ്സിങ് അല്ല, അൺയൂഷ്വൽ ഗ്രോത്ത് ആണ്. പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യം ഏതിനോട് സദൃശ്യം, ഏതിനോടാണ് അതിനെ ഉപമിക്കേണ്ടത്? ഒരു മനുഷ്യൻ എടുത്ത് തന്റെ തോട്ടത്തിലിട്ട കടുകുമണിയോട് അത് സദൃശ്യം. അത് വളർന്ന് വൃക്ഷമായി, ആകാശത്തിലെ പക്ഷികളും വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിച്ചു. പിന്നെയും അവൻ ദൈവരാജ്യത്തെ ഏതിനോട് ഉപമിക്കേണ്ടത്? അത് പുളിച്ച മാവിനോട് തുല്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ ചേർത്തു, എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് തീരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മളവിടെ കാണുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 13, ലൂക്കോസ് സുവിശേഷം 13 മത്തായിയുടെ സുവിശേഷം 13 ഇതിന് പാരലായിട്ട് വായിക്കുമ്പോൾ കുറെ കൂടെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 ഉപമ കർത്താവ് പറയുന്നുണ്ട്. നിങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ പോയി നോക്കുമ്പോൾ അവിടെ 7 ഉപമ പറയുന്നുണ്ട്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണ്. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ഇന്നലെ നമ്മൾ വായിച്ച ആ ഭാഗം. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. അപ്പം ആകാശത്തിലെ പറവകൾ വന്ന് ഈ വിത്തിനെ തിന്നുകളയുന്നു. അതിന്റെ വ്യാഖ്യാനം യേശു തന്നെ പറയുകയാണ്, വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളുവിൻ. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. വഴിയരികെ വിതയ്ക്കപ്പെട്ടത് പറവകൾ എന്ന് പറഞ്ഞാൽ ദുഷ്ടനെയാണ് കാണിക്കുന്നത്. പിന്നെ അവനൊരു ഉപമ പറഞ്ഞത്, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. ഞാറ് വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ വന്ന്, യജമാനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ തോട്ടം അല്ലെങ്കിൽ വയല്, ഈ തോട്ടത്തിലും ഈ വയലിലും വ്യത്യസ്തമായ അല്ലെങ്കിൽ ദൈവ ഉദ്ദേശത്തിന് വിരുദ്ധമായ ചെടികളും വൃക്ഷങ്ങളും നിൽപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഈ മത്തായിയുടെ സുവിശേഷം 13 അധ്യായം പല പ്രാവശ്യം മനസ്സിരുത്തി വായിക്കണം. അത് വായിക്കുമ്പം അവിടെ പറയണം, മറ്റൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അതൊരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു. അതെല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. ആകാശത്തിലെ പറവകളാണ് ഇപ്പോൾ ഈ വൃക്ഷത്തിന്റെ കൊമ്പുകളിൽ വന്നിരിക്കുന്നത്. ഈ ആകാശത്തിലെ പറവകളുടെ പരിപാടി എന്താണെന്ന് 1-ാമത്തെ ഉപമയിൽ പറഞ്ഞു. വചനത്തെ കൊത്തിക്കൊണ്ട് പോവാം. ദൈവരാജ്യത്തിന്റെ ആശയങ്ങളെ കൊത്തിയെടുത്ത് കൊണ്ടുപോകുന്ന ദുഷ്ടനെയാണ് ഈ പറവകൾ സൂചിപ്പിക്കുന്നത്. ഈ പറവകളൊക്കെ ഈ വൃക്ഷത്തിന്റെ കൊമ്പുകളിൽ ഇരിക്കുക. ഈ വൃക്ഷത്തെ കുറിച്ച് ദാനിയേൽ ഒരു ദർശനം കാണുന്നുണ്ട്. ദാനിയേൽ കാണുന്ന ദർശനത്തിൽ ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ സകല മൃഗങ്ങളും കാട്ടുമൃഗങ്ങളും വന്നിരിക്കുന്നു. എല്ലാ ദുർഭൂതങ്ങളുടെയും പാർപ്പിടമാണ് ഈ വൃക്ഷം എന്ന് കാണിക്കുന്നു. അപ്പൊ ഈ വലിയ വയല് അല്ലെങ്കിൽ ഈ തോട്ടത്തിൽ ധാരാളം സസ്യങ്ങളും വൃക്ഷങ്ങളും എല്ലാം കിളിർത്തുയരുകയാണ്.
ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം ചെറിയ ഒരു ഗേറ്റിലൂടെ, ചെറിയ ഒരു വാതിലിലൂടെ കടക്കുവാൻ നിങ്ങൾ സ്ട്രൈവ് ചെയ്യുക. അതാണ് ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അതാണ് യേശു കർത്താവ് ഇന്നലത്തെ വായനാഭാഗത്തിൽ ആ ഭാഗം കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ നോക്കുക. When once the master of the house has risen up and shut the door, and you begin to stand outside and knock at the door, saying, Lord, Lord, open for us. And he will answer and say to you, I do not know you, where you are from. Then you will begin to say, we ate and drank in your presence, and you taught in our streets. But he will say, I tell you, I do not know you, where you are from. Depart from me, all you workers of iniquity. അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല, നിങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു? നമ്മൾ ഈ ചില കോമഡിക്കകത്തൊക്കെ കാണുന്ന പോലെ നിങ്ങളൊക്കെ ആരാന്ന് ചോദിക്കുന്ന പോലെ യേശു കർത്താവ് ചോദിക്കുന്നതാണ് പറയുന്നത്. അത് വേറെ ആരുമല്ല പറഞ്ഞ്, യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ആ ഭാഗം വായിക്കാം. കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കതകിന് മുട്ടി തുടങ്ങുമ്പോൾ, നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. അന്നേരം നിങ്ങൾ, ഇത് നമ്മൾ പതിവായിട്ട് വായിക്കുന്ന ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നുള്ള ഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭാഗമാണ് ലൂക്കോസ് കൊടുത്തിരിക്കുന്നത്. തികച്ചും വ്യത്യസ്തമാണ്. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ച് വായിക്കണം. ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. അന്നേരം നിങ്ങൾ, നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുക്കളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും. അവനോ, നിങ്ങൾ എവിടെ നിന്നെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് പറയും. അവിടെ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവുമായിട്ട് ബന്ധമില്ലാതെ കർത്താവിന്റെ പേരിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വാക്യം വെച്ച് ഒത്തിരി ആളുകൾ അവകാശവാദം ഉന്നയിക്കും. ഞങ്ങളാണ് കർത്താവിന്റെ വേലക്കാർ. പ്രത്യേകിച്ച് പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അവകാശവാദമാണ്. ഞാൻ പെന്തക്കോസ്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാലും ഞാനും ഈ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. പലരോടും പറയുന്നുണ്ടോ, ഈ വാക്യം കണ്ടോ? അപ്പൊ ഈ വാക്യം എന്നെ അപ്പോഴും ചിന്തിപ്പിക്കുമായിരുന്നു. സത്യത്തിൽ ഈ വാക്യത്തിൽ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് ചിന്തിച്ച ഈ വായനാഭാഗങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട്. നല്ല ഗുരു നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്ന് ചോദിച്ച യുവാവിനോട് സെക്കൻഡ് സ്റ്റോൺ ടാബ്ലറ്റ് ആണ് യേശു കോട്ട് ചെയ്തത്. നമ്മളത് മിനിഞ്ഞാന്ന് ചിന്തിച്ച. അപ്പൊ സെക്കൻഡ് സ്റ്റോൺ ടാബ്ലറ്റ് ആണ്. അതാണ് കോസ്മിക് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ വിശ്വപുരുഷനായ ക്രിസ്തുവിനെ കാണിക്കുകയാണ്. അത് വിശ്വമാനവികതയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 25 പറയുമ്പോൾ, ഞാൻ വിശന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. അപ്പൊ കർത്താവ് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ്. പെന്തക്കോസ്തുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമല്ല. നീ രക്ഷിക്കപ്പെട്ടതാണോ? നീ സ്നാനപ്പെട്ടതാണോ? നീ അഭിഷേകം പ്രാപിച്ചതാണോ? നീ അന്യഭാഷ പറഞ്ഞതാണോ? നീ വേർപെട്ടതാണോ? നീ വിശുദ്ധ ജീവിതം നയിച്ചതാണോ? നീ സ്തോത്രകാഴ്ച കൊടുത്തതാണോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, മാനദണ്ഡങ്ങൾ വെച്ചിട്ട് എക്സ്ക്ലൂസീവ്ലി ഇവർ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ അവതരിപ്പിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ സുവിശേഷം എക്സ്ക്ലൂസീവ് അല്ല, അത് ഇൻക്ലൂസീവ് ആൻഡ് യൂണിവേഴ്സൽ ആണ്. വളരെ വ്യക്തമാണ്. കർത്താവ് വളരെ വ്യക്തമായിട്ട് അതാണ് പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളുടെ ബുദ്ധി തുറക്കട്ടെ, ഇനിയെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഈ ബുദ്ധിയില്ലാത്തവരെ കുറിച്ച് പറഞ്ഞ 5 കന്യകമാർക്ക് ബുദ്ധിയില്ലായിരുന്നു. പൗലുസ്ലിഹ പറയുന്നു, ബുദ്ധിയുള്ള ആരാധനയായി
നിങ്ങളുടെ ശരീരങ്ങൾ അർപ്പിക്കപ്പെടണം. എവിടെ നോക്കിയാലും നമ്മൾ കാണുന്നത് ബുദ്ധിയോടുകൂടെയുള്ള ബുദ്ധിയുടെ പ്രമാണം. അപ്പം ബുദ്ധിയുള്ളവർ ഉണ്ടോ എന്ന് അറിയേണ്ടതിന് ദൈവം ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ അന്വേഷിക്കുന്നു. നമ്മൾ ബുദ്ധിയോടുകൂടെ നടക്കണം. ജ്ഞാനബുദ്ധികളായി നടക്കുക. ഇപ്പൊ ക്രിസ്തു കൊണ്ടുവന്ന മെസ്സേജ് എന്താണെന്ന് മനസ്സിലാക്കാതെ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തോളം ദുര്യോഗം ലോകത്തിൽ സംഭവിക്കാനില്ല. ആ കാര്യത്തിൽ ഏറ്റവും വലിയ അബദ്ധം പറ്റിയിരിക്കുന്ന പെന്തക്കോസ്തുകാർക്കും ബ്രദറുകാർക്കും ഒക്കെയാണ്. കാരണം കർത്താവ് ദാ വരുന്നു, ദേ വരുന്നു, ഇപ്പോൾ വരുന്നു. ഞാൻ പല പ്രാവശ്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കർത്താവ് അങ്ങനെ വരത്തില്ല. ഇപ്പോൾ കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുമ്പോൾ അത് വെറുതെ കണക്ട് ചെയ്യാണ്. ബൈബിളിലെ ചില വാക്യങ്ങൾ എഴുതാണ്ടോ, ഇത് കൊറോണ വൈറസ്, ഇത് ബൈബിൾ, ഈ വാക്യം വെച്ച് ഇത് ഇപ്പൊ കർത്താവ് വരും. ഇത് എത്രയോ നാളുകളായിട്ട് ആളുകൾ പറയുന്നതാണ്. ഫസ്റ്റ് വേൾഡ് വാർ വന്നപ്പോൾ ഇത് പറഞ്ഞു, സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോൾ അത് പറഞ്ഞു. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് യൂറോപ്പിൽ ഇത് ശക്തമായ പ്രചരണമായി. ഈ പ്രചരണം കൊണ്ട് തെറ്റായ ബൈബിൾ പ്രസന്റേഷൻ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് ഫ്യൂ ഡീക്കേഡ്സ് കഴിഞ്ഞപ്പോൾ യൂറോപ്പ് ക്രിസ്തീയ വിശ്വാസത്തെ പുറംകാലിന് അടിച്ചു കളയുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം തെറ്റായ സുവിശേഷം പ്രസംഗിച്ചു. അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത്. കേരളത്തിൽ ഈ പെന്തക്കോസ്തുകാരും ബ്രദറൻകാരും, ഇപ്പൊ ഒരാളുണ്ട് സാജു ചാത്തന്നൂർ എന്ന് പറഞ്ഞ്, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, പക്ഷെ ബോഷ്കാണ് പറയുന്നത്. തോമസ് മാമൻ, ഇതൊക്കെ പ്രധാനപ്പെട്ട ആളുകളാണ്. പിന്നെ ഉണ്ട് എം എ വർഗീസ്, പിന്നെ കുറെ ആളുകളുണ്ട്. ഇവരെല്ലാം പ്രസന്റ് ചെയ്യുന്ന സുവിശേഷം ഇവർ തന്നെയല്ല, മുഴുവൻ പെന്തക്കോസ്തുകാരാണ്. ഞാൻ മെയിൻ ആളുകളുടെ പേര് പറഞ്ഞത്. നിങ്ങൾ തെറ്റായ ഗോസ്പൽ പ്രസന്റ് ചെയ്യുന്നത് കൊണ്ട് യൂറോപ്പിൽ സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കും. ആ സമയത്ത് യഥാർത്ഥ സുവിശേഷം കയ്യിലുള്ള ഓർത്തഡോക്സ് സഭ കേരളത്തിലുണ്ട്. യൂറോപ്പിൽ ഓർത്തഡോക്സിയുടെ പ്രസൻസ് വളരെ കുറവായിരുന്നു. പക്ഷെ കേരളത്തിൽ ഓർത്തഡോക്സ് ഉണ്ടെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ഓർത്തഡോക്സുകാർക്ക് അവരുടെ സുവിശേഷം അല്ലെങ്കിൽ യഥാർത്ഥ സുവിശേഷം എന്താണെന്ന് അറിയത്തില്ല. അവരുടെ ഇടയിലെ പ്രസംഗകരും ഈ ബ്രദറൻകാരുടെയും പെന്തക്കോസ്തുകാരുടെയും ബോഷ്കാണ് പ്രസംഗിക്കുന്നത്. കാരണം ഇവരുടെ പുസ്തകം മേടിച്ച് വായിച്ചിട്ട് പ്രസംഗിക്കുക. ഇവരെല്ലാം ചിന്തിക്കുക ഇതെല്ലാം ഒന്നാണ്. അവരുടെ പാട്ടുകൾ പാടുക ഹെററ്റിക് സോങ്സ് ആണ്, ഹെരസിയാണ് നിങ്ങൾ പാടുന്നത്. നല്ല ഈണവും നല്ല താളവും ഉണ്ട്. ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കൺവെൻഷന് മുന്നോടിയായിട്ട് നല്ല താളമുള്ള പാട്ടുകൾ നിങ്ങൾ സിനിമാ പാട്ട് പാടൂ. ദയവായി നിങ്ങളുടെ ഏതായാലും ദൈവത്തിന്റെ കൃപയാൽ കൺവെൻഷൻ ഒക്കെ കുറച്ച് നാളത്തേക്ക് അടച്ചു വെച്ചിരിക്കുക. അതിന് കൊടാനുകോടി സ്തോത്രം. അല്ലെങ്കിൽ ഈ 2 മാസം എന്തെല്ലാം ബോഷ്ക്ക് കേരളത്തിൽ പ്രസംഗിച്ചേനെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ യാതൊരു ബോധമില്ലാത്ത ആളുകൾ എഴുതുന്ന ഈ പാട്ടുകൾ അതെല്ലാം ഹെററ്റിക് സോങ്ങുകളാണ്. നിങ്ങൾ അതിനേക്കാൾ നിങ്ങൾ 2 സിനിമാ പാട്ട് പാടിയിട്ട് കൺവെൻഷൻ നടത്തൂ. പാടരുത്. കാരണം ഇത് തെറ്റായ ഇത് തലമുറകൾക്ക് ദോഷമായി തീരും. കാരണം ആളുകൾക്ക് പേടിയുള്ള കാലത്തോളം നിലനിൽക്കും. ഇപ്പൊ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ യൂറോപ്പില് മൊത്തത്തിലൊരു ഭീതിയാണ്. ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റും ഈ ബോംബ് വർഷങ്ങളും, പിന്നീട് യൂറോപ്പ് മൊത്തം മൈൻ പാടങ്ങളാണ്, ഈ കുഴിബോംബുകളും, ഭീതിയുടെ ദിവസങ്ങളാണ്. പിന്നെ ക്ഷാമം, പുരുഷ ജനസംഖ്യ കുറഞ്ഞു, മിക്ക വീടുകളിലും പുരുഷന്മാരില്ലാതെയായി. അങ്ങനെയാണ് യൂറോപ്പിലെ സ്ത്രീകൾ, നിങ്ങൾ ഈ യൂറോപ്പിലെ പഴയ ചിത്രങ്ങൾ നോക്കണം. യൂറോപ്പിലെ പഴയ ചിത്രങ്ങൾ അവരെല്ലാം തൊപ്പിവെച്ച പെണ്ണുങ്ങളാണ്, തൊപ്പിവെച്ചത്. അതുപോലെ ഫുൾ സ്ലീവ് ഗൗൺ ആണ് അവരൊക്കെ ഇടുന്നത്. പഴയ പടങ്ങളെല്ലാം നോക്ക്, ഫുൾ ഗൗൺ ഇട്ട് അവരൊക്കെ മര്യാദ. നിങ്ങൾ ഈ മദാമ്മമാരെയൊക്കെ കാണുമ്പം അത് മോശം പാശ്ചാത്യ സംസ്കാരം.
ഇത് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ പുരുഷന്മാരുടെ എണ്ണം കുറഞ്ഞു. പിന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ കിട്ടണമെങ്കിൽ പാവാടയുടെ ഇറക്കം കുറയ്ക്കേണ്ടി വന്നു. ഇവരെ അട്രാക്ട് ചെയ്യാൻ മത്സരമായി. എല്ലാ യുദ്ധത്തിൽ ചത്തുപോയി. അങ്ങനെ ഇതല്ല സംഭവിച്ചത്. അപ്പം ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സ്ത്രീകൾ ജോലിക്ക് ഇറങ്ങേണ്ടതായിട്ട് വന്നു. പുരുഷന്മാരുടെ എണ്ണം കുറഞ്ഞപ്പോൾ പുരുഷന്മാർക്ക് വേണ്ടി മത്സരമുണ്ടായി. അങ്ങനെ അവിടെ ധാർമ്മികത ഇല്ലാതെയായി. അല്ലാതെ യൂറോപ്പ് ഒരു മോശമല്ല, വളരെ നല്ല ഉന്നത ധാർമ്മിക നിലവാരം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ സംഭവിച്ചത് ഈ യുദ്ധമാണ്. അപ്പൊ ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ ഈ യുദ്ധത്തെ തുടർന്നുണ്ടായ അരക്ഷിതാവസ്ഥ, സാമ്പത്തിക പ്രയാസങ്ങൾ, യുദ്ധത്തെ തുടർന്നുണ്ടായിരിക്കുന്ന യുദ്ധക്കെടുതികളുടെ ആ ഭീതി, രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യൂറോപ്പിനെ ഗ്രസിച്ചിരുന്നു. ആ സമയത്ത് ഇവരുടെ സുവിശേഷം അല്ലെങ്കിൽ ഇവരുടെ ദൈവശാസ്ത്രം അല്ലെങ്കിൽ ഇവരുടെ ദൈവവിശ്വാസത്തിന് മാർക്കറ്റ് ഉണ്ടായിരുന്നു. കുറെ നാളൂടെ പിടിച്ചു. അപ്പോൾ പിന്നെയും ഇവർ പറഞ്ഞു ഉടൻ കർത്താവ് വരും, കാഹള ഊതും, അതായത്. പക്ഷേ യുദ്ധക്കെടുതിയിൽ നിന്ന് യൂറോപ്പ് കരകയറി, സാമ്പത്തികമായി യൂറോപ്പ് വീണ്ടും സ്റ്റേബിളായി, സമാധാന ചർച്ചകളായി, യൂറോപ്പിന്റെ അതിർത്തികൾ തുറക്കപ്പെട്ടു, യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ഇല്ലാതെയായി. പല യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ അതിർത്തികളൊന്നുമില്ല. നമ്മള് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന അത്ര പോലും ഒരു പ്രോസസ് ഇല്ല യൂറോപ്പിലെ പല രാജ്യങ്ങളുടെയും അതിർത്തികൾ ക്രോസ് ചെയ്ത് പോകാൻ. ഒരു നോട്ടവും ഇല്ല. ചുമ്മാ നമുക്ക് വണ്ടി ഓടിച്ചു പോവാം. അപ്പൊ അങ്ങനെ ഒരു സമാധാനമുള്ള ഒരു യൂറോപ്പ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവന്റെ സുവിശേഷത്തെ യൂറോപ്പ് പുറംകാലിനടിച്ചു കളഞ്ഞു. യൂറോപ്പിലെ തലമുറകൾ, ചെറുപ്പക്കാർ, യുവതലമുറകൾ പുറംകാലിനടിച്ചു കളഞ്ഞു. യൂറോപ്പിലെ ആ തലമുറയ്ക്ക് ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം അവർ കേട്ടത്, അവരുടെ മാതാപിതാക്കൾ വഞ്ചിക്കപ്പെട്ടത് ഫാൾസ് ഗോസ്പലാണ്. കേരളത്തിൽ അത് തന്നെ സംഭവിക്കും. നിങ്ങൾ ഈ തെറ്റായ സുവിശേഷം പറഞ്ഞ് അടുത്ത തലമുറ പുറംകാലിനടിച്ചു കളയും. ക്രിസ്ത്യാനിറ്റി കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ ഗ്ലോറിയസ് ഗോസ്പൽ പ്രസംഗിക്കണം. ഞാൻ എല്ലാ ക്രിസ്ത്യാനികളോടും പറയാണ്, ദിസ് ഈസ് ട്രൂ ഗോസ്പൽ. ഈ ഗോസ്പലിന് മാത്രമേ അതിജീവിക്കാൻ കഴിയത്തുള്ളൂ. ഇതാണ് കാലാതിവർത്തിയായ സുവിശേഷം, ടൈംലെസ് ഗോസ്പൽ, ഇറ്റേണൽ ഗോസ്പൽ, വിക്ടോറിയസ് ഗോസ്പൽ, അതിജീവിക്കുവാൻ കഴിയുന്ന സുവിശേഷം, യഥാർത്ഥ സുവിശേഷം, ഗ്ലോറിയസ് ഗോസ്പൽ, തേജസ്സുള്ള സുവിശേഷം. അതിനു പകരം നിങ്ങൾ ഈ പൊട്ട സുവിശേഷം പ്രസംഗിച്ചാൽ കുറെ കാലത്തേക്ക് ആളുകളെ പേടിപ്പിക്കാം, പരിഭ്രമിപ്പിക്കാം. പക്ഷേ ആളുകൾക്ക് വിദ്യാഭ്യാസവും വിവരവും ഉണ്ടാകുന്നതനുസരിച്ച് അവർ നിങ്ങളുടെ സുവിശേഷം പുറംകാലിന് തട്ടിക്കളയും. അതാണ് ഇപ്പൊ നമ്മൾ കേരളത്തിൽ അതിന്റെ സിംറ്റംസ് തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു യൂറോപ്പായി കേരളം മാറും. അപ്പൊ നിങ്ങൾക്ക് താൽക്കാലിക ലാഭം ഉണ്ടാക്കാം. നിങ്ങളുടെ ചെപ്പടി വിദ്യകളും നിങ്ങളുടെ ആളുകളെ പേടിപ്പിക്കുന്ന ഗിമ്മിക്കുകളും കൊണ്ട് നിങ്ങളുടെ കാലം. ഇപ്പൊ ഞാനൊരു പാസ്റ്ററോട് സംസാരിച്ചു. ആ പാസ്റ്ററോട് സംസാരിച്ച പാസ്റ്റർ എന്നോട് ആത്മാർത്ഥമായിട്ട്, ഞാൻ പാസ്റ്ററിനോട്, എന്റെ പാസ്റ്റർ എനിക്ക് 60 വയസ്സായി, ഷുഗറും പ്രഷറും ഉണ്ട്, ഞാൻ ഇനി എത്ര നാള് ജീവിച്ചിരുന്നാൽ തന്നെ എത്ര നാൾ എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ ഒരു എസ്റ്റിമേറ്റിൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് മാക്സിമം 15 വർഷവും കൂടെ ഞാൻ ഓടും. ഈ 15 വർഷത്തേക്കുള്ള കൺവെൻഷൻ, കല്യാണങ്ങൾ, ശവസംസ്കാരങ്ങൾ, അതൊക്കെ എന്നാണെങ്കിലും എനിക്ക് കിട്ടും. 15 വർഷം എന്നാണെങ്കിലും ഈ പൊട്ടന്മാരെന്നെ ചുമന്നുകൊണ്ട് നടന്നോളൂ. അപ്പൊ 15 വർഷം കൊണ്ട് പുള്ളി ജീവിച്ചിരിക്കും. പുള്ളിയുടെ അനുമാനമാ, അറിയത്തില്ല, കൊറോണ ഒക്കെ വന്നുകൊണ്ട് ഇപ്പൊ അറിയത്തില്ല. പക്ഷെ ഈ 15 വർഷം കൊണ്ട് പുള്ളി ജീവിച്ചിരുന്നാൽ കെട്ടിക്കാനുള്ള ചെറുക്കന്മാരെയും പെൺപിള്ളേരെയും ഒക്കെ പുള്ളി കണ്ടുവച്ചിട്ടുണ്ട്. കാരണം ആ കോണ്ടാക്ട്സ് അങ്ങനെയുണ്ട്. ഇന്ന ഭാഷയെ കൊണ്ട് മോളെ കെട്ടിക്കണമെന്നൊക്കെ നേർന്നിട്ടുള്ള അപ്പനമ്മമാരുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്നാലും 15 വർഷത്തേക്ക് പുള്ളിക്ക് വർഷം ശരാശരി 20 കല്യാണം വെച്ച് ഒരു 300 കല്യാണം കൂടെ നടത്താം. ഇതാ പുള്ളിയുടെ പ്രതീക്ഷ. ഒരു 10-300 കൺവെൻഷൻ പ്രസംഗിക്കാം, ഒരു 10-200 പേരെ കുഴിച്ചിടാം. അങ്ങനെ പുള്ളി ശുശ്രൂഷ അവസാനിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് യാത്രയാവും. പിന്നെ എന്ത് സംഭവിച്ച പുള്ളിക്കാണ്. ഞാൻ തലമുറകൾക്ക് വേണ്ടിയാണ് പറയുന്നത്.
നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ ഭാവിയിൽ, ഫ്യൂച്ചറിൽ ഈ വിശ്വാസം നിലനിൽക്കണമെങ്കിൽ മലങ്കരയിലെ സത്യസുവിശേഷത്തിന്റെ വക്താക്കളായി സത്യവിശ്വാസികൾ ഉണരണം. സത്യവിശ്വാസികളെന്ന് ഞാൻ പറയുന്നത് ഓർത്തഡോക്സ് വിഭാഗം ഉണരണം. അല്ലെങ്കിൽ തലമുറ നിങ്ങളോട് ചോദിക്കും. കാരണം നിങ്ങളുടെ കയ്യിലാണ് സത്യസുവിശേഷം ഇരിക്കുന്നത്. ആ സുവിശേഷം നിങ്ങൾ മറച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ അറിയാഞ്ഞിട്ടായിരിക്കാം, നിങ്ങൾ പെന്തക്കോസ്ത് ഉപദേശം പ്രസംഗിക്കുന്നു. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടതാണ്. ഒരു അച്ഛന്റെ കൊച്ചമ്മ പ്രസംഗിക്കുകയാണ്. വളരെ നല്ലതാണ്, ആവേശത്തോടെയുള്ള പെന്തക്കോസ്ത് പ്രസംഗമാണ്. യാക്കോബായ സഭ ഔദ്യോഗികമായി നടത്തിയ ചില കൺവെൻഷനുകൾ യൂട്യൂബിലുണ്ട്, ഞാൻ കണ്ടു. ഈ 2020-ലും 2019-ലുമായിട്ട് നടന്ന കൺവെൻഷനുകൾ ഒറ്റ മെസ്സേജ് വഴിയാ എല്ലാം ഞാൻ കേട്ടു. മുഴുവൻ പെന്തക്കോസ്ത് ഉപദേശമാണ് പ്രസംഗിക്കുന്നത്. അതിനകത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പെന്തക്കോസ്ത് ഓളിപ്പോണം എന്നുള്ള ഭാഗമില്ലെന്നേ ഉള്ളൂ, ബാക്കി സെയിം ആണ്. അപ്പോ നിങ്ങൾ തെറ്റായ സുവിശേഷം പ്രസംഗിക്കുന്നു. അടുത്ത തലമുറ നിങ്ങളെയും നിങ്ങളുടെ സുവിശേഷത്തെയും പുറംകാലിനടിച്ചു കളയും. യാതൊരു സംശയവും വേണ്ട. എന്നെ ആരും വിളിച്ചിട്ടൊരു കാര്യമില്ല, എനിക്കിതിനകത്തൊന്നുമില്ല. മനസ്സിലായി? പല ആളുകൾ എന്നോട് ഹലോ ഹായ്, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. കാരണം ഞാനൊരു സത്യം പറയുന്നത് മാത്രമേ ഉള്ളൂ. ഗ്ലോറിയസ് ഗോസ്പൽ ഉണ്ട്, ട്രൂ ഗോസ്പൽ ഉണ്ട്. സഭാപിതാക്കന്മാർ പ്രസംഗിച്ച്, നിങ്ങൾ ഈ സഭാപിതാക്കന്മാർ എഴുതിയിരിക്കുന്ന അവരുടെ രചനകളെല്ലാം എടുത്ത് വായിച്ചു നോക്കാം. അവരാരെങ്കിലും ഇത്തിരി ബോഷ്ക്ക് എഴുതിയിട്ടുണ്ടോ? 110 കൊല്ലമായപ്പോഴേക്കും കിതച്ചുപോയി പെന്തക്കോസ്ത് സുവിശേഷം. കാലാധിപത്യമായ സുവിശേഷം ഇവിടെയുണ്ട്. ക്ലാസിക് ഗോസ്പൽ, കാലാധിപത്യമായ സുവിശേഷം, കാലത്തെ അതിജീവിക്കുന്ന സുവിശേഷം, നിലനിൽക്കുന്ന സുവിശേഷം. ഈ മനുഷ്യ വിജ്ഞാനത്തിന്റെ വളർച്ച ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഒരു 50 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും? നിങ്ങൾ ചുമ്മാ ചിന്തിക്കേ. 2005-ലെ നിലവാരം നിങ്ങൾ നോക്ക്. ഇപ്പൊ 2020, 15 കൊല്ലം കൊണ്ട് എന്തെല്ലാം മാറ്റമാണ് ടെക്നോളജി വന്നിരിക്കുന്നത്. 15 കൊല്ലം കൊണ്ട്. അടുത്ത 15 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് ഇമാജിൻ ചെയ്യാനെങ്കിലും കഴിവുള്ള ഒരാൾ ഈ ലൈവ് കാണുന്നുണ്ടോ? എന്നെ കൊണ്ട് സാധിക്കത്തില്ല. ഐ കനോട്ട് ഈവൻ ഇമാജിൻ ഇറ്റ്. അടുത്ത 15 വർഷം കഴിയുമ്പോൾ ശാസ്ത്ര പുരോഗതി എന്തായിരിക്കും? അടുത്ത 15 വർഷം കഴിയും. 50 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നേരെ മുന്നോട്ട് നോക്ക്. 50 വർഷം കഴിയും. ഇപ്പൊ കേരളത്തിൽ വളരെ ഉത്സാഹിച്ച് ഇപ്പൊ ഓർത്തഡോക്സുകാർ പള്ളി പിടിക്കാനും ഒക്കെ നടക്കുന്നുണ്ട്. വളരെ എന്തോ ഒരു പുരോഗമനപരമായ കാര്യമാണെന്ന് പറഞ്ഞില്ലേ? പള്ളികൾ പിടിക്കുന്നു, നടന്നൊക്കെ നല്ല കാര്യമാണ്. നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നോക്ക്. 50 കൊല്ലം കഴിയുമ്പോൾ, ഇപ്പൊ ഈ കൊറോണയൊക്കെ ഈ രീതി വരികയാണെങ്കിൽ പള്ളിക്കൊന്നും ഉപയോഗമില്ല, എല്ലാവരും ഈ ഓൺലൈനിൽ കൂടെ കാണത്തേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ഇത് ചിന്തിക്കേ, 50 വർഷം കഴിഞ്ഞാൽ ശാസ്ത്ര പുരോഗതി എവിടെ ചെന്ന് നിൽക്കും? 50 വർഷം കഴിയുമ്പോൾ നിങ്ങൾ പ്രസംഗിക്കുന്ന ഗോസ്പലിന് എന്തെങ്കിലും വിലയുണ്ടാവും? നിങ്ങൾ എന്നോട് പറ. 50 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുക, നമുക്ക് ഇന്നത് പുറകോട്ട് 50 വർഷം വെച്ച്. അപ്പൊ ഇത് 2020, പുറകോട്ട് ആകുമ്പോൾ 1970. 1970-ൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിക്ക്, അന്നത്തെ ഏറ്റവും ക്രാന്തദർശിയായ വ്യക്തിക്ക് പോലും ഈ 2020-നെ ഭാവനയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? നോ. പക്ഷേ കഴിഞ്ഞ 50 വർഷം ശാസ്ത്രം വളർന്നതിന്റെ 1000 മടങ്ങ് വേഗതയിലാണ് ഇപ്പോൾ മനുഷ്യവിജ്ഞാനം കുതിച്ചാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത 50 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ലോകമെന്ന് അറിയത്തില്ല. ആ 50 വർഷത്തിനപ്പുറത്തും പ്രസംഗിക്കപ്പെടേണ്ടതാണ് സുവിശേഷം എന്ന ബോധ്യം നിങ്ങൾക്ക് വേണം. ആ ബോധ്യത്തിൽ കാലാധിപത്യമായ സുവിശേഷം വേണം നിങ്ങൾ പ്രസംഗിക്കുവാൻ. അല്ലാതെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി, താൽക്കാലിക നേട്ടത്തിന് വേണ്ടി, ഇപ്പോൾ നിങ്ങൾക്ക് 10 പുത്തനുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കരുതേ എന്ന് ഞാൻ പറയുക. നിങ്ങൾ പ്രസംഗിച്ചോ, പക്ഷെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ തൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന കുറച്ച് വിഡ്ഢികളെ കുറെ കൂടെ വിഡ്ഢികളാക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തടി തപ്പുക. അതാണ് ചെയ്തുകൊണ്ട്. അത് ഗോസ്പൽ അല്ല, അത് ട്രൂ ഗോസ്പൽ അല്ല. അപ്പോൾ യഥാർത്ഥ സുവിശേഷം, അങ്ങനെ കർത്താവായ യേശുക്രിസ്തു ഉടനെ ഒന്നും വരികയെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദാ വരുന്നത് എത്തിക്കഴിഞ്ഞു. എന്തിനാ വരുന്നെന്ന് അടുത്ത ചോദ്യം. ഈ കയോസിലേക്ക് എന്തിന് കർത്താവ് വരുന്നു? മൊത്തം മെസ്സപ്പായി കിടക്കുകയാണ്.
അപ്പൊ ഇതിനകത്തൊരു കർത്താവ് വന്ന് എന്നാ ചെയ്യാൻ പാടും? നിങ്ങളൊന്ന് പറ. എന്തിനാണ് കർത്താവ് ഇപ്പം വരുന്നേ? അപ്പൊ അത് ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരം വിഡ്ഢി സുവിശേഷങ്ങൾ പ്രസംഗിക്കരുത്. യൂറോപ്പിൽ അത് ചെലവായി. ആ സെക്കൻഡ് വേൾഡ് വാറിന്റെ ആഘാതത്തിൽ നിന്ന് യൂറോപ്പ് കരകയറിയതിനോടൊപ്പം ഈ അന്ധവിശ്വാസത്തിൽ നിന്നും കൂടിയാണ് കരകയറിയത്. അവർ അതിനെ ഉപേക്ഷിച്ചു. അപ്പോൾ സുവിശേഷത്തിന്റെ മരുപ്പറമ്പായി മാറിയ യൂറോപ്പിൽ ഇപ്പോൾ ഓർത്തഡോക്സിയുടെ നവമുകുളങ്ങളുണ്ട്. ഇപ്പോൾ യൂറോപ്പിൽ അവിടെ എവിടെയായി ചെറിയ ഓർത്തഡോക്സ് ഗ്രൂപ്പുകൾ വളർന്നു വരുന്നുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്നവർ ആ ഓർത്തഡോക്സിയിലെ ട്രൂത്തിനെ കണ്ടെത്തുന്നുണ്ട്. ഭാഗ്യവശാൽ കേരളത്തിൽ ഓർത്തഡോക്സ് സഭയുണ്ട്, വളരെ ശക്തമായ പ്രസൻസ് ഉണ്ട്. നിങ്ങൾ ദയവായി ട്രൂ ഓർത്തഡോക്സി പ്രസംഗിക്കാൻ തുടങ്ങണം. ട്രൂ ഓർത്തഡോക്സി പ്രസന്റ് ചെയ്യണം. അതിന് മാത്രമേ കാലത്തെ അതിജീവിക്കാൻ കരുത്തുള്ളൂ. ഓർത്തഡോക്സുകാർ പ്രസംഗിക്കുന്നുണ്ട്, അത് ഓർത്തഡോക്സി ആകണമെന്നില്ല. ഞാൻ പറഞ്ഞത് ഓർത്തഡോക്സുകാർ ആ വേഷത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു എന്നതുകൊണ്ട് അത് ഓർത്തഡോക്സി ആകണമെന്നില്ല. ഇപ്പൊ ട്രൂ ഓർത്തഡോക്സി പ്രസംഗിക്കുക. ആ കാര്യത്തിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത വായനാ ഭാഗം സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1 മുതൽ 10 വരെയാണ്. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള നാളത്തെ വ്യാഴാഴ്ചത്തെ വായനാ ഭാഗമാണ്. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1 മുതൽ. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിര്യാമും അഹ്റോനും അവന് വിരോധമായി സംസാരിച്ചു. മോശയുടെ 2ാമത്തെ വിവാഹം ആണ്. മോശ ആദ്യം വിവാഹം ചെയ്ത് ഒരു മിദ്യാന്യ സ്ത്രീയാണ്. അത് പിന്നെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മോശ മിദ്യാനിൽ പോയി. അവിടെ എങ്ങും ഇസ്രായേലിയ സ്ത്രീകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് മിദ്യാന്യ പുരോഹിതന്റെ മകളെ അവൻ വിവാഹം കഴിച്ചു. അതില് മോശയ്ക്ക് മക്കളൊക്കെ ഉണ്ടായി. അങ്ങനെ തിരിച്ചു വന്നു. അങ്ങനെ ഇസ്രായേലിനെ വിമോചിപ്പിച്ചുകൊണ്ട് പോവാണ്. അപ്പം മിദ്യാന്യ സ്ത്രീ മോശയോട് പിണങ്ങി വീട്ടിൽ പോവാ. മോശ ഉപേക്ഷിച്ച് പോയി. അങ്ങനെ പിന്നെ അവർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് മോശയുടെ ഭാര്യ മരിച്ചുപോയി. അങ്ങനെ ഈ മോശ ഒരു സെക്കൻഡ് മാരേജിലേക്ക് പോവാണ്. 2ാം വിവാഹം. 40 ലക്ഷം പേരുമായിട്ടാണ് ഇസ്രായേലിന്റെ വിമോചന നായകൻ പുറപ്പെടുന്നു. ചൂണ്ടിക്കാണിക്കുന്ന ഏത് പെണ്ണിനെ വേണമെങ്കിലും കെട്ടാം. കാരണം അവരുടെ ഹീറോയാണ്. പക്ഷെ മോശ കല്യാണം കഴിച്ചത് ഒരു കറമ്പിയ. അത്രയും സുന്ദരികളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. 40 ലക്ഷം പേരുമായിട്ട് പോവായിരുന്നു. മോശയുടെ ഭാര്യ പോയി. ഇപ്പൊ 2ാമത് വിവാഹം കഴിക്കണം. മോശ ചൂസ് ചെയ്തത് ഒരു ബ്ലാക്ക് വുമണയാണ്. ഒരു കറമ്പിയെ കല്യാണം കഴിച്ചു. ഒരു എത്യോപ്യൻ വംശജ. അത് മോശയുടെ പെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നാത്തൂൻ കറമ്പിയ, താന്ന ജാതി എന്ന് കിട്ടി. അഹ്റോനും ഇഷ്ടപ്പെട്ടില്ല. മോശയുടെ ബ്രദറാണ് അഹ്റോൻ. പുള്ളി വലിയ പുരോഹിതനൊക്കെയാണ്. ഇവർ രണ്ടും നല്ല വെളുത്ത് ചൊകാന്നൊക്കെ ഇരിക്കുകയാണ് ഈ അഹ്റോനും മിര്യാമും. മോശം കാണാൻ മോശമല്ല. കാരണം മോശയെക്കുറിച്ച് സ്തെഫാനോസ് പറയുന്നത് എന്താ? ദിവ്യസുന്ദരൻ ആയിരുന്നു. മോശ ദിവ്യസുന്ദരനായിരുന്നു. അപ്പൊ അത്രയും നല്ല ഗ്ലാമറുള്ള മോശ. പക്ഷേ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു കറുത്ത സ്ത്രീയെ കല്യാണം കഴിച്ചു. അതുകൊണ്ട് ഇവര് പെറുപെറുത്തു. ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. പെട്ടെന്ന് യഹോവ മിര്യാമിനോടും അഹ്റോനോടും പറയുകയാണ്. യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി അവരോട് സംസാരിച്ചു. എന്റെ വചനങ്ങളെ കേൾപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായി ഞാൻ അവനെ ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിലൊക്കെ വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞെന്ത്? യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. അവൻ മറഞ്ഞു. മേഘവും കൂടാരത്തിന്മേൽ നിന്ന് നീങ്ങിപ്പോയി. മിര്യാം ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിണിയായി. അഹ്റോൻ മിര്യാമിനെ നോക്കിയപ്പോൾ
അവൾ കുഷ്ഠരോഗിണി എന്ന് കണ്ടു. അഹ്റോൻ മോശയോട്, അയ്യോ യജമാനെ, ഞങ്ങൾ മോശത്വമായി ചെയ്തു പോയി, പാപം ഞങ്ങളുടെ മേൽ വെക്കരുത്. അപ്പൊ സ്പിരിച്വൽ അതോറിറ്റി, സ്പിരിച്വൽ ലീഡർഷിപ്പിനെതിരെയുള്ള റിബല്യസ് മൈൻഡിനെ കാണിക്കുകയാണ് ഈ ഇന്നത്തെ വായനാഭാഗം. അപ്പം സ്പിരിച്വൽ ലീഡർഷിപ്പിന് മാനുഷികമായി നമുക്ക് പല ആരോപണങ്ങളും പറയാൻ കാണും. നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞാൽ ചില പെണ്ണുകേസുകളൊക്കെ പറയും. മോശയെ പറ്റി ഒരു പെണ്ണുകേസാണ് ആരോപിക്കുന്നത്. മോശ ആണ്ടൊരു താഴ്ന്ന ജാതിപ്പെട്ട സ്ത്രീയെ കല്യാണം കഴിച്ചു, അതത്ര ശരിയായില്ല. ശരിയായിരിക്കാം, പക്ഷെ ദൈവം അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ദൈവം പറയുന്നത് ലീഡർഷിപ്പിന് നിങ്ങൾ സബ്മിസീവ് ആയിരിക്കണം. അതാണ് പറയുന്നത്. ഇപ്പൊ കൂശ്യ സ്ത്രീയെ കല്യാണം കഴിച്ചു, അതായിരുന്നു അവരുടെ ഇഷ്യൂ. ഇപ്പൊ കൂശ്യ സ്ത്രീയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് ഇവര് വലിയ ബഹളം ഉണ്ടാക്കുമ്പം ദൈവം പറയുകയാണ്, ഇതിന്റെ പ്രശ്നം മോശ കൂശ്യ സ്ത്രീയെ കല്യാണം കഴിച്ചു എന്നുള്ളതല്ല, യു ആർ നോട്ട് സബ്മിസീവ്. നിങ്ങൾക്ക് കീഴടങ്ങാൻ, നിങ്ങൾക്ക് വിധേയപ്പെട്ടിരിക്കുവാൻ താല്പര്യമില്ല. ഇപ്പൊ സ്പിരിച്വൽ അതോറിറ്റിയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ ഇന്നത്തെ വായനാ ഭാഗത്തിലുള്ളത്. അത് ഓരോരുത്തരും അവനവന്റെ രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക. കാരണം സ്പിരിച്വൽ അതോറിറ്റി ഓരോ ആളുകൾക്ക് ഓരോ രീതിയിലാണ്. അപ്പൊ പൊതുവായിട്ട് നമുക്ക് അങ്ങനെ ഒരു സന്ദേശം കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അതിനെ നിങ്ങളുടെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിച്ച് ഗ്രഹിക്കുക. സ്പിരിച്വൽ അതോറിറ്റിയെ കുറിച്ച് ഞാനിവിടെ ഇത് ഇപ്പൊ ഈ സന്ദേശം നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പൊ പെന്തക്കോസ്തുകാർക്ക് ഇപ്പൊ എന്താ അവരുടെ രീതി മനസ്സിലാക്കും. ഈ പെന്തക്കോസ്തിലാണ് ഒട്ടും ബഹുമാനമില്ലാത്ത ഇറവറൻസ് ആണ് അവരുടെ മുഖമുദ്ര. എന്നെ ആരെങ്കിലും പെന്തക്കോസ്തുകാർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, പെന്തക്കോസ്തിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇറവറൻസ്. മറ്റ് പൗരോഹിത്യ സഭകളിലൊക്കെ ഒരു പരിധി വരെ അവർ ആ ഹോണർ ചെയ്യുന്നുണ്ട്, റെവറൻസ് ഉണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടൊന്നും ഇല്ല. ഈ അടുത്ത കാലത്തൊക്കെ അതിഗുരുതരമായിരിക്കുന്ന മത്സരം നമ്മൾ കാണുന്നു. പക്ഷെ പെന്തക്കോസ്തിൽ ഒട്ടും എന്ന് പറഞ്ഞാൽ ആരെയും വകവെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസമുള്ളവരും ബഹുമാനിക്കപ്പെടേണ്ടവർ ആയിരിക്കുന്ന വ്യക്തികളുണ്ട് പെന്തക്കോസ്തിൽ. പക്ഷെ അവർ പുറത്തു വരത്തില്ല, അവർക്ക് പേടിയാ. വെറുതെ എന്തിനാണ് ചീത്ത കേൾക്കുന്നത് അവർ ചോദിക്കുന്നത്. കാരണം കാളികൂളി സംഘങ്ങൾ അഴിഞ്ഞാടുക. ഇന്നലെ ഞാൻ പറഞ്ഞു പെന്തക്കോസ്തിൽ നല്ല എഡ്യൂക്കേഷൻ ഉള്ള, ഇന്നലെ മാത്യു ചെമ്പുകണ്ടത്തിലൂടെ ഞാൻ സംസാരിച്ചു. ഞാൻ 4-5 പേരുടെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അവരെ ആരെയും ഒരു വേദിയിലും കാണുന്നില്ല കേട്ടോ. ഈ പെന്തക്കോസ്തിൽ അവരാരും പ്രസംഗിക്കാൻ ആരും ക്ഷണിക്കത്തില്ല, അവരൊരു വേദിയിലും അവരെങ്ങും വരത്തൂല്ല, അവർക്ക് പേടിയാ. പിന്നെ ഇങ്ങനെയുള്ള ആളുകളാണ് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുഷ്ഠരോഗമൊന്നും അവർക്ക് പ്രശ്നമല്ല. കുഷ്ഠമൊക്കെ ഒരു അലങ്കാരമാണ്, അതൊരു ഡിസൈനായിട്ട് കൊണ്ട് നടക്കുകയാണ്. മൊത്തത്തിൽ കുഷ്ഠമാണ്. കാരണം ഒരു തരത്തിലും സബ്മിസീവ് ആയിട്ടുള്ള ആളുകളല്ല. മത്സരികൾ ഒരുമിച്ച് ആക്രോശിക്കുന്ന ഒരു സ്ഥലമാണ് പെന്തക്കോസ്ത്. അതിന്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ ആണ് കുമ്പനാട് കൺവെൻഷനിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ഈ കുമ്പനാട് കൺവെൻഷന്റെ ഒരു വീഡിയോയും കാണത്തില്ല. കുമ്പനാട് കൺവെൻഷനിൽ ചില ആളുകൾ പ്രസംഗം കേൾക്കാൻ എന്നോടിങ്ങനെ പറയും, ഇന്ന പ്രസംഗം കേൾക്കണം. അത് ഞാൻ വീഡിയോ മൈനസ് ചെയ്തിട്ട് ഓഡിയോയാ കേൾക്കുന്നത്. കാരണം എനിക്ക് ആ സ്റ്റേജിലോട്ട് നോക്കാനേ പറ്റത്തില്ല. എനിക്ക് അറപ്പ് വരികയാണ്. കുമ്പനാട് കൺവെൻഷന്റെ സ്റ്റേജിലോട്ട് നോക്കുമ്പം ഓക്കാനിക്കാൻ വരും. കാരണം നിങ്ങളല്ലേ നോക്ക്, യൂട്യൂബിൽ പോയി കുമ്പനാട് കൺവെൻഷൻ നടിക്കുക. അയ്യോ എന്തൊരു വൃത്തികേടാണ്. ഈ പ്രസംഗിക്കുന്ന ആളിങ്ങനെ നിൽക്കുകയാണ്, അയാളുടെ ചുറ്റും ഒരുപാട് തലകൾ. ഈ ഒരുപാട് തലകളുള്ള ഏതോ ഒരു ഭാരതീയ പുരാണത്തിലെ മൂർത്തി നിൽക്കുന്ന പോലെയാണ് ഈ പ്രസംഗം നിൽക്കുന്നത്. പ്രസംഗിക്കുന്നതിന്റെ ഉടലെ ഏതാ അവന്റെ തലയത്, ഇതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അളിഞ്ഞു പറഞ്ഞ് ഒരുപാട് പേര് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് വൃത്തികേടാണെന്നറിയോ. ഈ വർഷത്തെ എനിക്കറിയത്തില്ല, കഴിഞ്ഞ വർഷത്തെ വീഡിയോസ് നിങ്ങൾ നോക്കുക. കഴിഞ്ഞ വർഷത്തെ ഞാൻ കുറെ കണ്ടായിരുന്നു. ഈ വർഷത്തെ ഞാൻ നോക്കിയതേ ഇല്ല. ഈ വർഷത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ വർഷത്തെ നോക്കണം. 2019 കുമ്പനാട് കൺവെൻഷന്റെ വീഡിയോസ് എടുത്തോ. ഈ വർഷത്തെ വ്യത്യാസം കാണത്തില്ല. നോക്കിക്കഴിയുമ്പോഴേക്കും 100-300 പേരിങ്ങനെ സ്റ്റേജ് പുറയിലിരിക്കുക. അതിന്റെ നടുക്ക് നിന്നാണ് ഒരാൾ പ്രസംഗിക്കുന്നത്. എങ്ങനെ പ്രസംഗിക്കാൻ പറ്റും? പ്രസംഗിക്കുന്ന ആളാരാണെന്ന് നമുക്ക് കാണത്തേ ഇല്ല. കാരണം അതുപോലെ ചുറ്റും ക്രൗഡഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക, അള്ളിപ്പിടിച്ച്. മത്സരികളാണ്, യാതൊരു ക്രമവുമില്ല മത്സരികൾ. പിന്നെ ഓർത്തഡോക്സ് സഭയൊക്കെ സംബന്ധിച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ, പ്രോട്ടോകോൾസ് പിതാക്കന്മാരായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത് കൊണ്ട് കുറച്ചൊക്കെ ഭവ്യത അതിനകത്തുണ്ട്.
ഉദാഹരണം പറഞ്ഞാൽ അതിനകത്തെ ശുഭഹോ ചൊല്ലേണ്ടത് പട്ടത്തെ മൂപ്പനുസരിച്ചും പിന്നെ സ്ഥാനം അനുസരിച്ചൊക്കെ കുറെ ക്രമീകരണങ്ങൾ പണ്ടേ ഉള്ളത് കൊണ്ട് ആ ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ബഹുമാനമുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. കാരണം ഓരോരുത്തരും താൻ്റെ നിലയിൽ എത്രയാകുന്നു. ഇറവറൻസ്, ബഹുമാനക്കുറവുണ്ട് പലപ്പോഴും. കത്തോലിക്ക സഭയിൽ പണ്ട് വളരെയധികം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കത്തോലിക്ക സഭയിലും കുറഞ്ഞിരിക്കുന്നു. അപ്പൊ അടുത്ത ഭാഗം നമ്മൾ വായിക്കുന്നത് 2 ദിനവൃത്താന്തം 26-ാം അധ്യായമാണ്. 2 ദിനവൃത്താന്തം 26-ാം അധ്യായം 11 മുതൽ ഉള്ള വാക്യങ്ങൾ. ഊസിയാവിന് പടയാളികളുടെ ഒരു സൈന്യവും ഉണ്ടായിരുന്നു. അവർ രായസക്കാരായ യെയിയേലും പ്രമാണിയായ മയശേയാവും എടുത്ത എണ്ണപ്രകാരം ഗണം ഗണമായി രാജാവിന്റെ സേനാപതികളിൽ ഒരുവനായ ഹനന്യാവിന്റെ കൈക്കീഴ് യുദ്ധത്തിന് പുറപ്പെടും. യുദ്ധവീരന്മാരായ പിതൃഭവന തലവന്മാരുടെ ആകത്തുക 2600. അവരുടെ അധികാരത്തിന് കീഴിൽ ശത്രുക്കളുടെ നേരെ രാജാവിനെ സഹായിപ്പാൻ മഹാവീര്യത്തോടെ യുദ്ധം ചെയ്തു വന്നവരായി 3,07,500 പേരുള്ള ഒരു സൈന്യബലം ഉണ്ടായിരുന്നു. ഊസിയാവ് അവർക്ക് സർവ്വസൈന്യത്തിന് തന്നെ പരിച, കുന്തം, തലക്കോരിക, കവചം, വില്ല്, കവണക്കല്ല് എന്നിവ ഉണ്ടാക്കി കൊടുത്തു. അവൻ അസ്ത്രങ്ങളും വലിയ കല്ലുകളും പ്രയോഗിപ്പാൻ ഗോപുരങ്ങളെയും കൊത്തളങ്ങളുടെയും മേൽ വെക്കേണ്ടതിന് കൗശലപ്പണിക്കാർ സങ്കല്പിച്ച യന്ത്രങ്ങൾ യെരുശലേമിൽ തീർപ്പിച്ചു. അവൻ പ്രബലനായി തീരുവാൻ തക്കവണ്ണം അതിശയമായി അവന് സഹായം ലഭിച്ചതുകൊണ്ട് അവന്റെ ശ്രുതി ബഹുദൂരം പരന്നു. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. അസറിയ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായി യഹോവയുടെ 80 പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്തിയെന്ന് ഉസിയ രാജാവിനെ തടുത്ത് അവനോട്, ഊസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാർക്ക് അത്രയും വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക. ലംഘനമാകുന്നത് നീ ചെയ്തിരിക്കുന്നത്. അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് മാനമായിരിക്കില്ല എന്ന് പറഞ്ഞു. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഊസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കയിൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരിയിൽ വെച്ച് പുരോഹിതന്മാർ കാൺകെ അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. മഹാപുരോഹിതനായ അസരിയാവും സകല പുരോഹിതന്മാരും അവനെ നോക്കി. അവന്റെ നെറ്റിയിൽ കുഷ്ഠം പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവനെ ക്ഷണം അവിടെ നിന്ന് പുറത്താക്കി. യഹോവ തന്നെ ബാധിച്ചിരിക്കുന്നതുകൊണ്ട് അവൻ തന്നെയും പുറത്തു പോകുവാൻ ബന്ധപ്പെട്ടു. അങ്ങനെ ഉസിയ രാജാവ് ജീവപര്യന്തം കുഷ്ഠരോഗിയായിരുന്നു. അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഭ്രഷ്ടനായിരുന്നതിനാൽ ഒരു പ്രത്യേക ശാലയിൽ കുഷ്ഠരോഗിയായി താമസിച്ചു. അവന്റെ മകനായ യോഥാം രാജധാനിക്ക് മേൽവിചാരകനായി ദേശത്തിലെ ജനത്തിന് ന്യായപാലനം ചെയ്തു വന്നു. ഊസിയ രാജാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യ അവസാനം ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ എഴുതിയിരിക്കും. ഇതാണ് ഊസിയ രാജാവ്. നിങ്ങൾക്ക് യെശയ്യാ പ്രവാചകൻ 6-ാം അധ്യായം നല്ല പരിചയമല്ലേ? ഊസിയ രാജാവ് മരിച്ച ആണ്ടിലാണ് യെശയ്യാവിന് സ്വർഗത്തിന്റെ ദർശനം കിട്ടും. ഊസിയ രാജാവ് മരിച്ച ആണ്ടിൽ, വർഷം കണക്കാക്കുന്നതാണ്. ഊസിയ രാജാവിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ യെശയ്യാവിനുണ്ടായിരുന്നു. യെശയ്യാവ് വാസ് ബയോഗ്രഫി റൈറ്റർ ആയിരുന്നു ഊസിയ രാജാവിന്റെ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഊസിയ രാജാവിന് കുറച്ച് പീരങ്കിയോ ഒക്കെ ഉണ്ടാക്കി കുറച്ച് പ്രബലനായി തീർന്നു. കുറച്ച് സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തു, കുറച്ച് കെട്ടിടങ്ങളൊക്കെ പണിതു, കോട്ടകൾ പണിതു, കുറച്ച് സൈന്യത്തെയൊക്കെ അറേഞ്ച് ചെയ്തു. അങ്ങനെ താൻ മിടുക്കനാണെന്ന് ഉസിയാവിന് തോന്നി. ഭൗതികമായ ചില നേട്ടങ്ങൾ തനിക്ക് കൈവന്നപ്പോൾ ആത്മീകമായ അധികാരവും തനിക്കുണ്ട് എന്ന് ഊസിയാവ് തെറ്റിദ്ധരിച്ചു. വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. ഭൗതികമായ കുറച്ച് സാമ്പത്തികം ഉണ്ടാകുക, കുറച്ച് വസ്തുവകകൾ ഉണ്ടാകുക, ഇതൊക്കെ കൈവശം വന്നു ചേരുക, നേട്ടങ്ങൾ ഉണ്ടാകുക. അപ്പോൾ സ്പിരിച്വൽ അതോറിറ്റിക്ക് പ്രാധാന്യമില്ല, ആത്മീക അധികാരത്തിന് പ്രാധാന്യമില്ല. അപ്പൊ പിന്നെ ഞാൻ തന്നെ അങ്ങ് ധൂപം കാണിച്ചേക്കാം, അത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഈ ഒരു പ്രതിഭാസം പെന്തക്കോസ്തിലൊക്കെ വളരെ അധികം നിങ്ങൾക്ക് കാണാം. പെന്തക്കോസ്തുകാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങളെയൊക്കെ ഇടയ്ക്കുണ്ട്. ജീവിതകാലം മുഴുവൻ സുവിശേഷ പ്രവർത്തനം ചെയ്തവനേക്കാളും റിയൽ എസ്റ്റേറ്റ് നടത്തിയും തട്ടിപ്പ് നടത്തിയും ഈ
ജോലിക്കാർക്ക് കൂലി കൊടുക്കാതെ കോൺട്രാക്ട് പണി നടത്തിയൊക്കെ പൈസ ഉണ്ടാക്കി ചില ആൾ ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് എന്താകുക, സ്റ്റേജേ കയറിയിരിക്കുക. ചെറുപ്പം മുതൽ സുവിശേഷം ചെയ്ത ഭാഷമാർ അപ്പോഴും അവനെ എന്ത് ചെയ്യുക, വണങ്ങി നിൽക്കേണ്ട ഗതികേട് ഒക്കെ പെന്തക്കോസ്തിലുണ്ട്. അപ്പൊ എല്ലാ വിഭാഗങ്ങളിലും ഈ പ്രവണത നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ സ്പിരിച്വൽ അതോറിറ്റി, ഊസിയാവ് ധൂപം കാണിക്കാൻ വേണ്ടി പോവാ. ഊസിയാവ് പറഞ്ഞു, ഞാൻ കാണിച്ച എന്താ കുഴപ്പം? അപ്പം സ്പിരിച്വൽ നോ അതോറിറ്റി. കാരണം ഇപ്പൊ നമുക്കാണ് അനുകൂലമായിട്ടെല്ലാം നിൽക്കുന്നത്. നോക്കെ, കോട്ട കൊത്തളങ്ങളൊക്കെ നമുക്ക് റെഡി, അവിടെ യന്ത്രമുട്ടി വെച്ചിട്ടുണ്ട്. കൗശലപ്പണിക്കാര് ആയുധങ്ങളെ വിക്ഷേപിക്കുവാനുള്ള യന്ത്രമുട്ടികൾ പണിതു എന്ന് പറഞ്ഞാൽ പീരങ്കി പോലത്തെ വല്ലതും ആയിരിക്കും. അപ്പൊ അതുമൊക്കെ പണിത് അങ്ങനെ പുള്ളി പ്രബലനായി. നമ്മുടെ കൂടെ ആളുണ്ട്, നമുക്ക് പണമുണ്ട്, നമുക്ക് അതുണ്ട്, നമുക്ക് ഇതുണ്ട്, നമുക്ക് ഇന്ന കാര്യങ്ങൾ അനുകൂലമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് ആര് നോക്കുന്നു? സ്പിരിച്വൽ അതോറിറ്റി. നമ്മുടെ ഗൾഫുകാർ പറയുന്ന പോലെ കല്ലി വല്ലി എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ കുഷ്ഠരോഗിയായി തീർന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അടുത്തത് മീഖായുടെ പുസ്തകമാണ്. മീഖായുടെ പുസ്തകം 6-ാം അധ്യായം. ഇതൊക്കെ ഞാൻ എവിടെ പോയി തപ്പിപ്പിടിക്കും എന്നുള്ളതാണ്. മീഖായുടെ പുസ്തകം, മീഖായുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യഹോവ അരുളി ചെയ്യുന്നത് കേൾപ്പി, നീ എഴുന്നേറ്റ് പർവ്വതങ്ങളുടെ മുമ്പാകെ വ്യവഹരിക്ക, കുന്നുകൾ നിന്റെ വാക്ക് കേൾക്കട്ടെ. പർവ്വതങ്ങളും ഭൂമിയുടെ സ്ഥിരമായ അടിസ്ഥാനങ്ങളുമായുള്ളവേ, യഹോവയുടെ വ്യവഹാരം കേൾപ്പി. യഹോവയ്ക്ക് തന്റെ ജനത്തോട് ഒരു വ്യവഹാരമുണ്ട്. അവൻ ഇസ്രായേലിനോട് വാദിക്കും, എന്റെ ജനമേ, ഞാൻ നിന്നോട് എന്ത് ചെയ്തു? എന്തൊന്നിനാൽ ഞാൻ നിന്നെ മുഷിപ്പിച്ചു? എന്റെ നേരെ സാക്ഷീകരിക്കാം. ഞാൻ നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു, അടിമ വീട്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തു. മോശയെയും അഹറോനെയും മിരിയാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. എന്റെ ജനമേ, നിങ്ങൾ യഹോവയുടെ നീതി പ്രവർത്തികൾ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബാലാക്ക് ആലോചിച്ചതും ബയോറിന്റെ മകനായ ബിലയാം ഉത്തരം പറഞ്ഞതും ശിത്തി മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചതും ഓർക്കുക. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന് മുമ്പാകെ കുമ്പിടേണ്ടു? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? എന്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എന്റെ ആദിജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉത്തരബലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ദാറ്റ്സ് ഇറ്റ്. അപ്പം നിങ്ങൾ വായിക്കുമ്പോൾ മീഖായുടെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം വായിക്കുക. അവിടെയാണ് മെസ്സേജ്. 8-ാമത്തെ വാക്യം. അതിന് മുകളിൽ ബയോറിന്റെ മകനായ ബാലാക്ക്, ബയോറിന്റെ മകനായ ബിലയാമ്, അഹറോന്, മിരിയാമ്, ഇവരുടെ എല്ലാം, ഊസിയാവ്, ഇവരുടെ എല്ലാം ചരിത്രം എടുത്തു കാണിക്കുകയാണ്. മത്സരികൾ, റിബല്യസ് പീപ്പിൾ. ബിലയാം പണത്തിന്റെ പിന്നാലെ പോവാണ്. ദൈവത്തിന്റെ സ്വരം അവന്റെ മനസ്സിന്റെ ഒരു സൈഡിൽ മുഴങ്ങുന്നുണ്ടെങ്കിലും അവൻ അതിനെ അവഗണിച്ച് പണത്തിന്റെ പിന്നാലെ പോയി. പണത്തിന്റെ അഹന്ത കൊണ്ട് സ്പിരിച്വൽ അതോറിറ്റിയെ നിഷേധിച്ച് ധൂപം കാണിക്കാൻ വേണ്ടി ഊസിയാവ് പോയി. സ്പിരിച്വൽ അതോറിറ്റിയെ ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞ് ആക്ഷേപിച്ച് സ്പിരിച്വൽ അതോറിറ്റിയെ തുച്ഛീകരിച്ചു മിരിയാമും അഹറോനും. ഇന്നത്തെ ഈ 3-ാമത്തെ വ്യാഴാഴ്ചയുടെ വായനാഭാഗം മുഴുവൻ ബി സബ്മിസീവ് ടു യുവർ സ്പിരിച്വൽ അതോറിറ്റി എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ കിട്ടുന്നത്. ദൈവം വളരെ ലളിതമായിട്ട് പറയുന്നത്, ഞാൻ ചോദിച്ച ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ വാട്ട്സ് ഗോഡ്സ് ഡിമാൻഡ്? ദൈവം പറയുന്നതാണ്, മനുഷ്യ, നീ എന്ത് ചെയ്യണം? നീ ദയാതൽപരനായിരിക്കണം, ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരനായിരിക്കണം, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കണം. 3 കാര്യങ്ങളാണ്. ബി ഹംബിൾ, ബി റൈറ്റിയസ്, നീതിയുള്ളവനായിരിക്കുക, താഴ്മയുള്ളവനായിരിക്കുക, ബി ഗ്രേഷ്യസ്, ദയുള്ളവൻ, കൃപയുള്ളവനായിരിക്കുക, ബി മേഴ്സിഫുൾ. ഇപ്പൊ ബി മേഴ്സിഫുൾ, ബി ഹംബിൾ, ദയാതൽപരനായിരിക്കുക, താഴ്മയുള്ളവനായിരിക്കുക, ഡു വാട്ട് ഈസ് റൈറ്റ്.
ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തെ ആ രീതി പരിശോധിക്കുക. നെക്സ്റ്റ് റീഡിംഗ് വരുന്നത് യാക്കോബിന്റെ ലേഖനമാണ്. നിങ്ങൾ ഈ എൻ്റെ ലൈവ് കേട്ടിട്ട് ബൈബിള് വായിക്കാതിരിക്കരുത്. കാരണം ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ചു, പാസ്റ്റർ ലൈവ് ചെയ്യുന്നത് നല്ലതാ, ഞങ്ങൾക്ക് അതുകൊണ്ട് വായിക്കണ്ടല്ലോ. ഞാൻ ഈ വാക്യങ്ങൾ മുഴുവനൊന്നും വായിക്കുന്നില്ല. നിങ്ങൾ ദയവായി ഇത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം. നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്ന് തുടങ്ങുന്നു? നിങ്ങളുടെ വഴക്കൊക്കെ എവിടുന്നാണ്? നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ടൊന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആ ചാപ്റ്റർ മൊത്തം ഇന്നത്തെ വായനാ ഭാഗത്തിലുള്ളതാണ്. ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നുവെന്ന് നിങ്ങൾ ചോദിക്കുന്നുവോ? പാപികളെ, കൈകളെ വെടിപ്പാക്കുവീൻ. ഇരുമനസ്സുള്ളവരെ, ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവീൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അപ്പൊ നിങ്ങൾ വമ്പ് പറയരുത്, വീമ്പ് പറയരുത്, നാളത്തെക്കുറിച്ച് പുകഴ്ച പറയരുത്. ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കണം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ചാപ്റ്റർ. 4-ാം അധ്യായം മുഴുവൻ വായിക്കണം. അടുത്ത ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 11 വരെയാണ്. പോളും തിമത്തിയും കൂടെ ഗ്രീറ്റ് ചെയ്ത് എഴുതുന്ന ഒരു ബ്യൂട്ടിഫുൾ ലേഖനമാണ്. പൗലുസിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ഞാനത് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിൽ എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. 1-ാം നാൾ മുതൽ ഇതുവരെ ഈ സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എന്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് നന്ദി പറയുന്നു. എന്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എന്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുകൊണ്ട് അങ്ങനെ നിങ്ങൾ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്ന എനിക്ക് ന്യായമല്ലോ. ക്രിസ്തുയേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നതിന് ദൈവം സാക്ഷി. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രയർ ഓഫ് പോൾ. നിങ്ങൾ ഈ സ്ക്രിപ്ചറൽ പ്രേയേഴ്സ് നടത്തുവാൻ താല്പര്യമുള്ളവർ, ഈ യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട ആളുകളോടല്ല ഞാൻ പറയുന്നത്, പെന്തക്കോസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. കാരണം യാക്കോബായക്കാരെ സംബന്ധിച്ച് അവർക്ക് ധാരാളം പ്രാർത്ഥനകളുണ്ട്, വെൽ റിട്ടൺ പ്രേയേഴ്സ് ഉണ്ട്. അവർക്ക് വേണേ ഫോളോ ചെയ്യാം, കാരണം അവർക്ക് ഓൾറെഡി അവരുടെ പ്രാർത്ഥനകൾ ഒരുപാട് ഉള്ളത് കൊണ്ട്. പെന്തക്കോസ്തുകാർക്ക് എഴുതപ്പെട്ട പ്രാർത്ഥനകളില്ല. എഴുതപ്പെട്ട പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഒരു പാപമാണെന്നും ഒരു ധാരണയുണ്ട്, അബദ്ധ ധാരണയുണ്ട് അവർക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈബിൾ മാത്രം വിശ്വസിക്കാം. അതുകൊണ്ട് ബൈബിളിൽ ധാരാളം പ്രാർത്ഥനകളുണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. സ്വർഗസ്ഥനായ പിതാവേ അല്ലാതെ തന്നെ പ്രാർത്ഥനകൾ. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ലീഹായുടെ പ്രാർത്ഥനകളുണ്ട്. ആ ഭാഗം എടുത്തിട്ട് ആ പ്രാർത്ഥന അതിനോട് കൺഫേം ചെയ്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. സോ പവർഫുൾ, സോ മീനിങ് ഫുൾ, എൻലൈറ്റിംഗ്. അപ്പൊ നിങ്ങൾ ആ പ്രാർത്ഥന, കൊലാസ്യ ലേഖനത്തിൽ പ്രാർത്ഥനയുണ്ട്, അതുപോലെ ഫിലിപ്പിയ ലേഖനത്തിൽ പ്രാർത്ഥനയുണ്ട്. അപ്പൊ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലൂസിന്റെ ഒരു പ്രാർത്ഥനയാണ്, ഭേദാഭേദങ്ങളെ വിവേചിക്കാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണം പ്രാർത്ഥിക്കാൻ, കർത്താവേ ഞാൻ ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലനായി ഇടർച്ചയില്ലാത്തവനായി നീതിഫലം നിറഞ്ഞവനായി തീരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ ഈ ഹോൾ ലൈഫിൽ ഒരു കഴിഞ്ഞ 25 years ഞാൻ പ്രാർത്ഥിച്ച ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ എഫേസ്യ ലേഖനത്തിലെയും ഫിലിപ്പിയ ലേഖനത്തിലെയും കൊലാസ്യ ലേഖനത്തിലെയും പൗലൂസിന്റെ പ്രാർത്ഥനകളായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്. ആ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് എനിക്ക് കണ്ണു തുറന്നു. കാരണം
കണ്ണുകളെ തുറന്നു തരണമേ, ഒക്കെ ആ പ്രാർത്ഥനയ്ക്കകത്തുള്ളതാണ്. കർത്താവിന്റെ സ്നേഹത്തെ അറിയുവാൻ വരം നൽകണമേ. കർത്താവ് വരം നൽകി കർത്താവിന്റെ സ്നേഹത്തെ അറിയുവാൻ. അതിന്റെ നീളം, വീതി, ഉയരം, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഗ്രഹിപ്പാൻ, സകല വിശുദ്ധന്മാരോടും കൂടെ ചേർന്ന് ഗ്രഹിപ്പാൻ വരം നൽകുക. അപ്പൊ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രയർ. അപ്പൊ പൗലോസിന്റെ ഈ പ്രാർത്ഥനയാണ് നമ്മൾ താഴ്മയുള്ളവരായിരിക്കാൻ, ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിയുന്നവരായിരിക്കാൻ, ഇടർച്ചയില്ലാതെ ഉള്ളവരായിരിക്കാൻ, നീതിഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. അതാണ് അടുത്ത വേദവായന ഭാഗം. അവസാനമായിട്ട് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 30 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ കർത്താവ് പിന്നെയും തന്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് അവരോട് പ്രവചിക്കുന്നു. അതിന് ശേഷം അവർ വീണ്ടും ആരാണ് വലിയവൻ എന്ന ഒരു അടിപിടി ഉണ്ടാകുകയാണ്. അപ്പൊ ആരാണ് വലിയവൻ എന്നുള്ള അടിപിടിക്കകത്ത് കർത്താവ് പിന്നെയും പറയുന്നു, നിങ്ങളിൽ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവൻ ചെറിയവനാകട്ടെ, ഉയരുവാൻ ഇച്ഛിക്കുന്നവൻ ശുശ്രൂഷിക്കട്ടെ. അപ്പൊ ബി സബ്മിസീവ് ഈച്ച് അതർ, പരസ്പരം വിധേയപ്പെട്ടിരിക്കുകയും താഴ്മയുള്ളവരായിരിക്കുകയും ദാസനാകുന്നതിൽ ശ്രേഷ്ഠത കണ്ടെത്തുകയും ക്രിസ്തുവിന്റെ ഭാവം ഉള്ളവരായിരിക്കുകയും. ഇന്നത്തെ ഈ 3-ാമത്തെ വ്യാഴാഴ്ചയുടെ ഭാഗം ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമ്പോഴും റിബല്യൻ, ഡിവിഷൻ, മത്സരവും ഭിന്നതയും ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള ഭാഗങ്ങളാണ്. മത്സരവും ഭിന്നതയും ഉണ്ടാകുവാൻ പാടില്ല, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഈ ഭാഗങ്ങളിലെ ഇന്ന് ഈ 3-ാമത്തെ വ്യാഴാഴ്ചയുടെ വായനാ ഭാഗങ്ങളിലൂടെ അങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾ തന്നെ ഈ ഭാഗങ്ങൾ വായിച്ച് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഈ സ്ക്രിപ്ചർ പോർഷൻസ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കി വായിക്കുക, ധ്യാനിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് കേട്ടിട്ട് കാര്യമില്ല. ഞാൻ അതിലെ ചില വാക്യങ്ങളെ വായിച്ചിട്ടുള്ളൂ, അതിൽ ചില ചിന്തകളെ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾ തന്നെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ വിശാലമായ ചിന്തകൾ, ദൈവസ്നേഹത്തിന്റെ വലിയ വലിയ താഴ്വരകൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു കിട്ടും. ഞാൻ കമന്റുകളിലൂടെ ഒന്ന് പോവുകയാണ്. വേദപുസ്തകം ഒരു മറയാക്കി അനേകം പെന്തക്കോസ്ത് പാസ്റ്റർമാർ ഒരു യുക്തന് ഇവിടെ എന്ത് കാര്യമാണുള്ളത്? യുക്തിവാദി എന്നുള്ളത് ഒരു മുഖംമൂടി മാത്രം. ഇവിടെ എതിർത്ത് മെസ്സേജ് ഇട്ടിരിക്കുന്ന ഒരു സ്ത്രീ അവസാനം യുക്തിവാദം പറയുന്നത് ജോസഫ് PJ. ഈ യുക്തിവാദി എന്നുള്ളത് അത്ര മോശമായിട്ട് നമ്മൾ കാണണ്ട. യുക്തിവാദം വളരെ നല്ലതാണ്. കാരണം യുക്തിവാദമാണ് വേണ്ടത്. യുക്തിയില്ലാത്ത വിശ്വാസം നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അധികം നാൾ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഗോസ്പൽ യുക്തിസഹമാണ്. യുക്തിവാദിയെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുന്ന ഗോസ്പലാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് യുക്തിസഹമായ, ലോജിക്കലാണ് നമ്മുടെ ഗോസ്പൽ. അല്ലാതെ യുക്തിവിരുദ്ധമായ കാര്യമൊന്നും നമ്മൾ പ്രസംഗിക്കുന്നില്ല. അതുകൊണ്ട് യുക്തിവാദികൾക്ക് വെൽക്കം, മോസ്റ്റ് വെൽക്കം. നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞ് ഒരാള് ലോകത്തില്ല. ലോകത്ത് ആർക്കും ദൈവമില്ല എന്ന് വിശ്വസിക്കാൻ കഴിയുകയില്ല. ഇറ്റ്സ് എ ഫാക്ട്. അവരൊരു ഫാഷന് വേണ്ടി അവര് പറയുന്നു ദൈവമില്ല എന്ന്. ദൈവമില്ല എന്ന് ഒരു മനുഷ്യനും പറയുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യനും. ചുമ്മാ പറയാം എന്നുള്ളതേ ഉള്ളൂ. ഒരു മനുഷ്യനും അത് തെളിയിക്കാൻ കഴിയുകയില്ല. ദൈവമുണ്ട് എന്ന് തെളിയിക്കാനൊക്കെ ചില ആളുകൾ ആവശ്യപ്പെടും. ദൈവമില്ല എന്നാണ് തെളിയിക്കേണ്ടത്. ദൈവമുണ്ട് എന്ന് തെളിയിക്കാൻ ചില ആളുകൾ ആവശ്യപ്പെടും. എന്തിനാണ് ദൈവം ഉണ്ടെന്ന് തെളിയിക്കുന്നത്? ഇപ്പൊ തന്നെ ഒരു കൊച്ചു കുഞ്ഞ് വെള്ളത്തിൽ വീണ് മരിച്ചു, ദേവനന്ദ.
അതിന്റെ പുറകെ പോലീസൊക്കെ പോവാണ്, നാട്ടുകാർ പോവാണ്. എന്താണ് ഇത്രയും ഉത്സാഹം? ആ കൊച്ചങ്ങനെ 1/2 കിലോമീറ്റർ അകലെ പോയി മരിക്കത്തില്ല. തന്നെ കൈയും കാലും ഉള്ള കൊച്ചാണ്, നടക്കാൻ ശേഷിയുള്ള കൊച്ചാണ്. അത് നടന്നു പോയി വെള്ളത്തിൽ പോയി, അത് ജീവിതത്തിൽ നിരാശ വന്ന് സൂയിസൈഡ് ചെയ്ത് കാണും എന്ന് വിശ്വസിക്കാൻ മേലെ പറ്റത്തില്ല. അപ്പൊ പറയാണ് അതിന്റെ പിന്നിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. അപ്പൊ പിന്നെ അത് കണ്ടുപിടിക്കണം. യുക്തിവാദികളിലൊക്കെ ഫേസ്ബുക്കിൽ പോയി ഞാൻ നോക്കി, അവർക്കെല്ലാം ഇല്ല ദേവനന്ദയുടെ കൊലപാതകയെ കണ്ടുപിടിക്കണം. ശരി, കാരണം ഒരു സംശയം വന്നു, ചെറിയൊരു സംശയം. പക്ഷെ ഒത്തിരി പോസിബിലിറ്റി ഉണ്ട്. ആ കൊച്ചിന് നടക്കാൻ കഴിവുള്ളതാണ്, ആ കൊച്ചു പോയി, അത് ചിലപ്പോൾ ചാടിയതായിരിക്കും, അല്ലെങ്കിൽ കാല് വെടിഞ്ഞ് പോയി. അല്ലല്ല, ആരോ കൊന്നതാ. അപ്പൊ ആരോ അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ ഈ മഹാപ്രപഞ്ചം ഇങ്ങനെ കൃത്യമായ രീതിയിൽ ചലിക്കുകയും ഈ ഋതുക്കളൊക്കെ കൃത്യമായി വരികയും ഈ മഹാപ്രപഞ്ചത്തെ കണ്ടിട്ട് ഇതിന്റെ പുറകിൽ ആരും ഉണ്ടെന്ന് ഇവർക്ക് ഒരു സംശയവും തോന്നുന്നില്ല. ഒരു സംശയമില്ല, ഇതെല്ലാം തന്നെ ഉണ്ടായി വന്നു. അപ്പൊ അതാണ് ഇതിന്റെ യുക്തിഹീനത. അപ്പൊ ആരാണ് യുക്തിവാദി? ഒന്നാം തരം യുക്തിവാദി ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. കാരണം യുക്തിപരമായ ന്യായീകരണം ഈ പ്രപഞ്ചത്തിന് കൊടുക്കണ്ടേ? ഞാനിവിടെ എനിക്ക് 14 വർഷമായ ഒരു ബൾബ് എന്റെ വീടിന്റെ മുകളിലുണ്ട്. അപ്പോൾ അത് ഫ്യൂസായി പോയി. ഇനിയിപ്പോൾ അത് മാറണമെങ്കിൽ ഒരു നിവൃത്തിയില്ല, വലിയ പൊക്കത്തില്ല. അപ്പൊ അത് ഈ ചെറിയ ക്രെയിൻ റെന്റിന് എടുക്കണം കയറണേ. അപ്പൊ 2 ഏണി ഇങ്ങനെ എച്ചു വെച്ചിട്ട് എന്റെ മുകളിൽ കയറാൻ അങ്ങനെ വല്ലതും ചെയ്ത് അല്പം മാറ്റണം. അല്ലെങ്കിൽ ഇപ്പൊ എന്നുള്ളൊരു നല്ലൊരു പണിയാണ്, ടാസ്ക്കാണ്, നല്ല പൊക്കമാണ്. അത് എങ്ങനെ അത് മാറും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കണം. അപ്പൊ അത് കത്തുന്നില്ല. 14 വർഷം കത്തി, ഇപ്പൊ ഫ്യൂസായി. പക്ഷെ നോക്കേ, എത്ര ലക്ഷം വർഷമായിട്ടാണ് ഒരു ലൈറ്റ് കത്തിച്ചു വെച്ചിരിക്കുന്ന. ഇങ്ങനെ ഒരച്ചങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. അന്ന് കത്താൻ തുടങ്ങി, ഇന്ന് വരെ നിന്ന് കത്തുക. ഈ സൂര്യനെ ആരാ കത്തിച്ചത്? അപ്പോ യുക്തിസഹമായ ഉത്തരം someone behind it എന്നുള്ളതാണ് യുക്തിപരമായ ഉത്തരം. അതെല്ലാം തന്നെ ഇങ്ങനെ വന്നു എന്നുള്ളത് ഫൂളിഷ്നെസ് ആണ്. അതുകൊണ്ട് യുക്തിവാദികൾക്ക് മോസ്റ്റ് വെൽക്കം. നിങ്ങൾക്ക് ഏത് സമയത്തും വരാം. ഇവിടെ ഈ ഹ്യൂസ്റ്റൺ യുക്തിവാദികളുമായിട്ടൊരു സംവാദം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം കൊറോണ വൈറസ് ഒക്കെ വന്നുകൊണ്ട് അത് നടക്കുമോ എന്നറിയത്തില്ല. ഇവിടെ മീറ്റിംഗ്സ് എല്ലാം ക്യാൻസൽഡ് ആണ്. അമേരിക്കയിൽ എല്ലാ പൊതുപരിപാടികളും എല്ലാ മീറ്റിങ്ങുകളും ഇവിടെ ക്യാൻസൽ ചെയ്തു. പ്രസിഡൻഷ്യൽ ഈ ഇലക്ഷന്റെ ഇതുണ്ടല്ലോ, ഡിബേറ്റ്സിനകത്തും പബ്ലിക്കിന് പ്രവേശനം നിരോധിച്ചിപ്പം അങ്ങനെ മീറ്റിങ്ങുകളെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ സംവാദം നടക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ കൊറോണയൊക്കെ മാറുകയാണെങ്കിൽ ആ സംവാദം നടക്കും. അപ്പൊ ഇത് യുക്തിവാദം, യഥാർത്ഥ യുക്തിവാദികൾ നമ്മളാണ്. ഇവിടെ കെ എബ്രഹാം പറയുന്നത് അത് നമ്മളാ. ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ട് ഈ ഗ്ലോറിയസ് ഗോസ്പൽ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ഇന്നു മുതൽ യുക്തിവാദികളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ അഭിമാനത്തോടെ പറയണം, ഞാനൊരു യുക്തിവാദിയാണ്. മനസ്സിലായില്ലേ? നമ്മളാണ് യുക്തിവാദികൾ. കാരണം യുക്തിപരമായി ചിന്തിക്കുകയും യുക്തിപരമായ ന്യായീകരണങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന നമ്മളാണ് യുക്തിവാദികൾ. അത് നമ്മുടെ സ്ഥാനമാണ്, നമ്മുടെ ടൈറ്റിലാണ്. അത് അവരെടുത്ത് അണിയുക, നമ്മൾ വെറുതെ അത് അവർക്ക് വിട്ടുകൊടുക്കുക ഒരിക്കലും ചെയ്യരുത്. നമ്മളാണ് യുക്തിവാദികൾ. ഇനി നിങ്ങൾ ആരും ഇല്ലെങ്കിലും ഞാനാണ് യുക്തിവാദി. കാരണം യുക്തിസഹമായി ചിന്തിക്കുകയും യുക്തിസഹമായ വിശദീകരണങ്ങൾ കൊടുക്കുകയും യുക്തിസഹമായി കാര്യകാരണങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളാണ് യുക്തിവാദികൾ. അവർ യുക്തിഹീനരാണ്. ഒരു യുക്തിയുമില്ല. യുക്തിവാദികളല്ല അവർ. നമ്മളാണ് യുക്തിവാദികൾ. അതുകൊണ്ട് ഓരോ സത്യവിശ്വാസിയും പറയണം, നമ്മുടെ വിശ്വാസം യുക്തിസഹമാണ്, ഞാനൊരു യുക്തിവാദിയാണ്. എല്ലാ ഗ്ലോറിയസ് ഗോസ്പൽ ഫോളോവേഴ്സും യുക്തിവാദികളാണ്. നിങ്ങളുടെ അഭിമാനത്തോടെ പറയുക, നമ്മൾ യുക്തിവാദികളാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.